ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. ഞാൻ അതിൻ്റെ ഒപ്പം ഇങ്ങനെ മേക്കപ്പ് സാധനം, മേക്കപ്പ് ബ്രഷസൊക്കെ നമുക്കിങ്ങനെ കുറഞ്ഞ പൈസയ്ക്ക് മേടിക്കാം, ഫ്രീ ആയിട്ട് മേടിക്കാം. അതിൻ്റെ ഒക്കെ ഒരു ഹോളാണ്. ഇതിൽ നെയ്ക്കയുടെയും സ്മിറ്റൻ്റെ 2 ബോക്സാണ്, 3 ബോക്സ് സാധനങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഓർഡർ ചെയ്യുന്നതെല്ലാം പൊട്ടിച്ച് നോക്കി, പക്ഷെ ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ഇനി യൂസ് ചെയ്ത് കാണിക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സാധനങ്ങളൊക്കെ ചെയ്യാം. ആദ്യം നമുക്ക് നെയ്ക്കയിലെ വീഡിയോ നോക്കാം. നെയ്ക്കയിലെ വീഡിയോ അല്ല, നെയ്ക്കയിലെ ബോക്സ്. ഇത് ഞാൻ കുറേ നാളായി ഒരു ഐ ഷാഡോ പാലറ്റൊക്കെ മേടിക്കണമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഞാൻ മേടിച്ചത് 200 എത്രയോ കൊടുത്തത്. എന്തോ 01 എന്നുള്ള ഷെയ്ഡ്, 01 ആണെന്ന് തോന്നുന്നു, മാർസിൻ്റെ. ഇതിൻ്റെ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം നല്ല പിഗ്മെൻറ്റഡ് സാധനങ്ങളാണ്. വേറെ എനിക്ക് ഇതിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബ്രഷസും സ്പഞ്ചെന്നല്ല പറയണേ, അതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ മേടിച്ചു. അത് ഞാൻ പറയാതെ എങ്ങനെ മേടിക്കണേ. പിന്നെ രണ്ടാമത്തെ നെയ്ക്കേന്ന് ഞാൻ 2 സാധനം എന്തോ മേടിച്ചു. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഇൻസൈറ്റിൻ്റെ ഒരു ഐബ്രോ പാലറ്റ്. പക്ഷെ അതേ ഇതിലിപ്പോൾ കാണുന്നില്ല, മിക്കവാറും ഞാൻ റൂമിൽ വെച്ചാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു മേക്കപ്പ് ഫിക്സർ. എന്തോ മണമൊക്കെ ഉണ്ട്. ഇതിന് എന്തിൻ്റെ മണമാ? സാനിറ്റൈസറിൻ്റെ മണം. ഇത് മേക്കപ്പ് ഫിക്സർ നാച്ചുറൽ അലോവേറ വൈറ്റമിൻ ഇ സ്വിസ് ബ്യൂട്ടി. ഇത് നെയ്ക്കയിൽ മേക്കപ്പ് ഫിക്സറൊക്കെ എടുത്ത് നോക്കുമ്പോൾ 1ാമത്തെ ബെസ്റ്റ് സെല്ലറായിട്ട് കിടക്കുന്ന ഇതാണ്. പിന്നെ ഇതൊന്ന് മേടിച്ചു നോക്കി. ഇതെന്തോ ഞാൻ മേടിച്ചതെന്തോ 200 സംതിങ് പ്രൈസിനാന്ന് തോന്നുന്നു. ഇത് 70 ml. ഇതിലെഴുതിയേക്കുന്ന 290 രൂപ. പക്ഷെ അത്രയൊന്നും കൊടുത്തല്ല ഞാൻ മേടിച്ചതാണ് എൻ്റെ ഉറപ്പ്. ഇപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. സെറ്റിംഗ് സ്പ്രേ നമുക്ക് അത് ഒരെണ്ണം മേടിച്ചു. ഇത് 2 ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നത്. ഞാൻ ഇതുവരെ ഐ ഷാഡോ പാലറ്റും മേക്കപ്പ് ഫിക്സറൊന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം അത്രയ്ക്കുള്ള മേക്കപ്പൊന്നും എനിക്കറിയില്ല. ഇപ്പം മേക്കപ്പ് ഇങ്ങനെ ചെയ്യുവാണല്ലോ, അതൊക്കെ ഓർമ്മയുള്ളത് നല്ലതാണല്ലോ. പിന്നെ നമുക്ക് സ്മിറ്റൻ്റെ ഐറ്റം ബോക്സ് മതി. ഇത് ഞാൻ ആദ്യം ഓർഡർ ചെയ്താൽ. ഞാൻ സ്മിറ്റൻ നേരത്തെ തൊട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്മിറ്റ് നമുക്കില്ലേ കുറച്ച് ബുദ്ധിപരമായി നമുക്കത് നോക്കിയാൽ കുറേ സാധനം നമുക്ക് മേടിക്കാൻ പറ്റും. അതായത് ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും എനിക്ക് മേടിക്കണമെങ്കിൽ ഞാൻ നെയ്ക്കൽ നോക്കാം, അതിന് സ്മിറ്റൽ നോക്കാം. സ്മിറ്റലിൽ അപ്പം അതിന് ട്രയൽ പോയിൻ്റാണ് അതിന്. അതായത് 199 രൂപയ്ക്ക് നമുക്ക് 6 ട്രയൽ പോയിൻ്റ് ഉണ്ട്. ഒരു അഡീഷണൽ 31 രൂപയും കൊണ്ട് കൊടുത്താൽ നമുക്ക് 12 ട്രയൽ പോയിൻ്റ് കിട്ടും. അപ്പം നമ്മൾ ആകെ ഇത്രയും രൂപയ്ക്ക് നമുക്ക് എത്ര സാധനം അതിലുള്ള ട്രയൽ പോയിൻറ്റിൻ്റെ ഇതനുസരിച്ച് മേടിക്കാം. പിന്നെ എന്തായാലും നമുക്ക് ഫ്രീ പ്രൊഡക്റ്റും കിട്ടും. ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് ചിലപ്പം ഫുൾ സൈസ് പ്രൊഡക്റ്റൊക്കെ കിട്ടും. അത് നല്ലതാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ ഫ്രീ പ്രൊഡക്റ്റ് കാണിക്കാം. ആദ്യം ഫ്രീ പ്രൊഡക്റ്റ് ഈ പൗച്ച്, പിന്നെ അതെ ഇത്രയും സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പൗച്ച് കിട്ടി. ഈ 3 സാധനം എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇതൊരു പാക്കേജ് കണക്ക്. ഇത് ഡെർമാക്കോടെ ഒരു ക്ലെൻസറും അക്യോളജിക്കയുടെ ഒരു സൺസ്ക്രീനും. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊരു ഫുൾ പ്രൊഡക്റ്റ് മേടിക്കാമല്ലോ.
ഇത് രണ്ടും നല്ലതാണ്. ഈ പൗച്ചൊക്കെ നല്ലതാണ്. നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് എങ്ങോട്ടും പോവൊക്കെ ചെയ്യാം. ഇത് 3 എനിക്ക് ഫ്രീ കിട്ടിയതാണ്. പിന്നെ ഞാൻ എൻ്റെ ഉള്ള 6 ട്രയൽ പോയിന്റ് ഉണ്ടാവില്ല, അതിന് വേണ്ടി ഞാൻ ചൂസ് ചെയ്താണ് ബാക്കി സാധനങ്ങളൊക്കെ. ആദ്യത്തെ സംഭവം ഈ മറ്റേ സാൻഡൽ പൗഡർ, ചന്ദനപ്പൊടിയോ ആ സാധനമല്ലേ ഇത്? അത് നമ്മുടെ മുഖത്തേക്കുന്ന ഫേസ് പൗഡർ. നമുക്കിത് എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പോൾ നമുക്ക് റോസ് വാട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ എന്തിലൊക്കെ മിക്സ് ചെയ്തിടാൻ നല്ലത്. ഇത് ഡ്രൈ സ്കിന്നൊക്കെ നല്ലതാണ്, നല്ല മോയ്സ്ചർ കിട്ടും. ഇത് ഒരെണ്ണം മേടിച്ചു. പിന്നെ ചാർക്കോള്, ഇത് ഞാൻ കുറച്ച് ഫേസ് പാക്സൊക്കെ ഞാൻ കണ്ടു, അപ്പം അതൊക്കെ ട്രൈ ചെയ്യാൻ നല്ലതാണ്. നല്ല മണം. ഇതൊക്കെ 30 ഗ്രാമോ അങ്ങനെ എന്തോ ഉള്ളതാണ്. ഇതെല്ലാം ട്രയൽ പോയിന്റ് നമുക്ക്. അപ്പം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് ഫുൾ സൈസ് പ്രൊഡക്റ്റ് മേടിക്കാമല്ലോ. അത് 2 എണ്ണം. പിന്നെ ഒരു സ്പ്രേ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. എല്ലാം ഇതിൻ്റെ മണം നല്ല രസമുണ്ട്. എന്താ സീക്രട്ട് ടെംപ്റ്റേഷൻ റൊമാൻസോ ബോഡി ഡിയോഡ്രൻറ്റ്. എമ്പൂരെന്താണ് ലേന, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ. ഇതൊരെണ്ണം. പിന്നെ ജസ്റ്റ് ഹെർബ്സിൻ്റെ അലോവേര ജെല്ല്, പ്ലമ്മിൻ്റെ ഫേസ് വാഷ് എനിക്ക് നോക്കണം എന്നുണ്ടായിരുന്നു, അപ്പം നമുക്ക് മേടിക്കാം. റൈസ് വാട്ടർ ആൻഡ് നിയാസിനമേഡ് സിംപ്ലി ബ്രൈറ്റ് ഫേസ് വാഷ്, ഹൈലറോണിക് ആസിഡൊക്കെ ഉണ്ട്. ഇത് കുട്ടി കുട്ടി പ്രൊഡക്റ്റ്, ഒരു 50 ഗ്രാമിൻ്റെ ഒക്കെ. പിന്നെ പ്ലമ്മിൻ്റെ ഈ നെയ്റ്റ് ജെൽ, ഇത് അത്യാവശ്യം നല്ല വൈറലാണ്. ഞാൻ ഇത് കുറേ വേറെ യൂസ് കണ്ടിട്ടുണ്ട്. ഈ ആക്നെയൊക്കെ പോവാൻ നല്ലതാണ് ഇത് കേട്ടേക്കുന്നത്. അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇത് 3 എണ്ണം. പിന്നെ എന്തോ ഒരു ഗിഫ്റ്റ് കാർഡ്, അത് ചുമ്മാ ഇട്ടേക്കുന്നത്. ഇത്രയും സാധനം എനിക്ക് ഇത്രയും സാധനം നമുക്ക് 199 രൂപ കിട്ടും. പിന്നെ എക്സ്ട്രാ എന്തോ ഒരു 50 രൂപയും കൂടി വരും, GST എന്തൊക്കെയോ വെച്ച്. അപ്പം നമുക്ക് ഇതാണ് ആദ്യത്തെ ബോക്സ്. ഈ രണ്ടാമത്തെ ബോക്സ് കാണിക്കാം. രണ്ടാമത്തെ ബോക്സാണ് ഞാൻ ചിന്തിച്ച് മേടിച്ചത്. ആദ്യത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചത്. നേരത്തെ മേടിച്ചിട്ടുണ്ട്, എന്നാലും കുറേ നാളായി ഞാൻ മേടിച്ചിട്ട്. ആദ്യത്തെ സംഭവം ഇത് സ്പഞ്ച്. ഇതിപ്പോൾ നമ്മളിത് തന്നെ മേടിക്കുന്ന എന്തായാലും പൈസ കൊടുക്കണമല്ലോ, 100 കൊടുക്കണമല്ലോ. ഇതിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മേടിക്കുമ്പോൾ ഞാൻ 20 രൂപയ്ക്ക് എന്താ മേടിച്ചത്. നമുക്ക് അങ്ങനെ മേടിക്കാം. നമുക്കിത് കാട്ട് ചെയ്തിട്ട് നമുക്ക് മേടിക്കാൻ നേരത്തെ കുറേ ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിലെ പ്രൊഡക്റ്റൊക്കെ 20, 30, 40 ആ പൈസയ്ക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നല്ലതാണ്. ഇത് 20 രൂപയ്ക്ക് നല്ലതാണ്, നല്ല സോഫ്റ്റ്. അല്ലാണ്ട് നമ്മൾ മേടിക്കുമ്പോൾ എന്തായാലും 100 കൊടുക്കണം. ക്യൂട്ട് പാക്കേജിങ് ആൻഡ് കളർ. ഇതിൽ ഞാൻ കുറച്ചും കൂടി മേക്കപ്പ് സംഭവങ്ങൾ മേടിച്ചു. അതായത് ഈ ബ്രഷ് കണ്ടോ, ഞാൻ കുറേ നാളായി കുറച്ച് ബ്രഷസുകൾ മേടിക്കണം എന്ന് വിചാരിക്കുന്നത്. മേക്കപ്പൊക്കെ ചെയ്യാനും. ഫൗണ്ടേഷൻ ബ്രഷൊന്നുമില്ല, എപ്പോഴും എല്ലാം കൈ വെച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കവറേജ് കിട്ടാൻ ബ്രഷസുകളാണ് നല്ലത്. നല്ല സോഫ്റ്റ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഇത് തന്നെ നമ്മൾ മേടിക്കണേ എന്തായാലും 10-200 രൂപയുടെ മേളിൽ കൊടുക്കും. ഇതെനിക്ക് ഇതിനായതുകൊണ്ട് നമുക്ക് ഈ 199 രൂപയ്ക്ക് നമുക്കിതെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ ലാഭമാണ്. ഓരോന്നായി മേടിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഓരോന്നത്തിന് തന്നെ 10-200 കൊടുക്കണ്ടായി. അങ്ങനെ ചിന്തിച്ച് നോക്കി നമ്മൾ എന്ത് മേടിക്കണമെങ്കിൽ സ്മിത്തിനിക്ക് ജസ്റ്റ് നോക്കാം അതിലുണ്ടോയെന്ന്. അപ്പം നമുക്ക് അതിൽ നിന്ന് മേടിക്കാൻ ബാക്കി സാധനങ്ങളും കിട്ടും. ഇത് നല്ല ബ്രഷാണ്. ഹായ് സോ സോഫ്റ്റ്. ഇത് ചീപ്പ് മറ്റേ ബ്രഷ് ഭയങ്കര മുറുക്കൊന്നുമില്ല. പിന്നെ അടുത്ത ബ്രഷ് എന്ന് പറയുന്നത് ഐഷാഡോ. എന്തായാലും ഐഷാഡോ പാലറ്റ് മേടിച്ചില്ല, നമുക്ക് കൈ കൊണ്ട് ഉണ്ടെങ്കിൽ കുറച്ചൊരു പ്രൊഫഷണൽ ആയേക്കാം. നമുക്കിങ്ങനെ ഇതൊക്കെ നല്ല സോഫ്റ്റ്. ഇതൊക്കെ തന്നെ മേടിക്കണമെങ്കിൽ എന്തായാലും നമുക്ക് പൈസ പോകും. സോ ഇങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് ലാഭമാണ്. പിന്നെ ഒരു ആംഗുലർ ബ്രഷ് മേടിച്ചു. നമുക്കിങ്ങനെ ഐലൈനറൊക്കെ എഴുതിയിട്ട് സ്മഡ്ജ് ചെയ്യാൻ, നമുക്കിങ്ങനെ സ്മോക്കി ഐ എഫക്റ്റ് കിട്ടാൻ കുറച്ചും കൂടി നല്ലതാണ് ഇങ്ങനത്തെ ബ്രഷ്. ഫോക്കസ് ആവുന്നില്ല.
പിന്നെ എനിക്ക് ഇതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടി. നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ ഒരു കൺസിലർ വേണമെന്ന്. എൻ്റെ കൺസിലർ എന്തായാലും നമുക്ക് 2 ഷെയ്ഡ് വേണം. ഒന്ന് നമ്മുടെ പെർഫെക്റ്റ് മാച്ചും, രണ്ടാമത്തെ നമ്മുടെ ഒരു 2 ഷെയ്ഡ് ലൈറ്ററും. നമ്മുടെ ഇപ്പം നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ അണ്ടർലൈൻ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ആക്കണേ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ ഒരു ലൈറ്റ് കവറേജ് ഉള്ള കൺസീലർ നല്ലതാണ്, ലൈറ്റ് ഷെയ്ഡ്. സോ ഇത് ഞാൻ മാർസിൻ്റെ ഇത് ഞാൻ നെയ്ക്കേഡിൻ്റെ പ്രൈസ് നോക്കിയപ്പോൾ ഇതിന് തന്നെ 230 രൂപയുണ്ട്. ഇതെനിക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയതാണ്. ഇതൊരിക്കലും മറ്റിങ്ങനെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞൊന്നുമല്ല കേട്ടോ. ഇതിന് 2027 വരെ എൻ്റെ എക്സ്പയർ ഉണ്ട്. സോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നമുക്ക് ഷെയ്ഡൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ഇതിൽ നിന്ന് മേടിക്കാം. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്, ട്രയൽ പോയിൻ്റ് അല്ല. പിന്നെ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്മിത്തിന് കയറി നോക്കുമ്പോൾ വേറെ ഫോണിൽ നോക്കണം. കാരണം പല ഫോണിലും പല ഗിഫ്റ്റാണ് കാണിക്കുക. ഇത് എൻ്റെ ഫോണിൽ നോക്കുമ്പോൾ വേറെ ഗിഫ്റ്റായിരുന്നു. ഞാൻ വേറെ ആളുടെ ഫോണിൽ നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ അയാളുടെ നമ്പറും കൂടി വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പം അങ്ങനെ നമ്മൾ മാറ്റി നോക്കിയിട്ട് ഇതാക്കണം. കുറേ ലിപ്സ്റ്റിക്കുകളൊക്കെ കിട്ടും. പിന്നെ ഇതിൽ മനസ്സാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് ക്യാൻസൽ ആ സംഭവമൊന്നും പറ്റത്തില്ല. ഇത് ഷെയ്ഡ് 06 പ്യുവർ ബീച്ച്. ഇത് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ ഐ ഷാഡോ ഒക്കെ ഇടുമ്പം അതിന് മുമ്പ് നമ്മളൊന്ന് ലൈറ്റായിട്ടുള്ളൊരു കൺസിലർ വെച്ചൊന്ന് കവർ ചെയ്യുവാണെങ്കിൽ ഐ ഷാഡോ കുറച്ചും കൂടി രസമുണ്ടാകും. പിന്നെ ഇവിടെയൊക്കെ ഞാൻ ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് കൺസിലർ എന്തായാലും 2 ഷെയ്ഡെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. അപ്പോൾ ഇതെനിക്ക് നല്ലൊരു സംഭവമായി തോന്നി. ഇത് ഫ്രീ കിട്ടിയതായതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ സ്മിറ്റനിലൊക്കെ കയറി നോക്കാം. സ്മിറ്റനിൽ നമുക്കിങ്ങനെ അല്ലാണ്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫുൾ പൈസ കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് നമുക്ക് ഇത് കിട്ടുമ്പോൾ ഇൻസൈറ്റിൻ്റെ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്കൊക്കെ നമുക്കിങ്ങനെ മേടിക്കാൻ പറ്റും. ചിലപ്പോൾ ഫ്രീ ആയിട്ടും കിട്ടും. ഫ്രീ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ് ഹബ്സിൻ്റെ കുറേ മിനി ലിപ്സ്റ്റിക്കൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി മേടിക്കുമ്പോൾ അത് നമുക്ക് എടുക്കണം. ഇതിൽ നിന്ന് ഞാൻ അങ്ങനെ കണ്ട സാധനമൊന്നും മേടിച്ചത്. ഇതിൽ നമുക്ക് കുറച്ച് ആവശ്യകതകളുള്ള സാധനങ്ങളാണ് ഞാൻ ഈ ബോക്സിൽ നിന്ന് മേടിച്ചത്. അതിന് മുമ്പ് മേടിച്ച പർച്ചേസിലാണ് ഞാൻ കുറച്ചും കൂടി സ്കിൻ കെയർ എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ മേടിച്ചത്. പിന്നെ ആകെ ഇത്ര ഉള്ളത് ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങൾക്കിങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്മിറ്റനും കൂടി ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു കുട്ടി വീഡിയോ ആയിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യുക. അഫോർഡബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ മേക്കപ്പ് സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഞാനിങ്ങനെ ഷാഡോ ഫുൾ ഫേസ് മേക്കപ്പൊക്കെ ചെയ്യണം. മടി പിടിച്ചിരിക്കരുത്. ഓക്കെ ഗൈസ്, ബൈ. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. നമ്മുടെ കമൻറ്റ് നമുക്കൊരു പ്രചോദനമാണല്ലോ. അതായത് കഴിഞ്ഞൊരു പ്രാവശ്യം എൻ്റെ ഒരു വീഡിയോ ഒക്കെ അയ്യോ ചേച്ചിയുടെ പേരെന്തായിരുന്നു, ചേച്ചിയാണെന്ന് അറിയില്ല, ഒരു മാം ഒരു ആരോ കമൻ്റ് ഇട്ടായിരുന്നു. അയ്യോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ താങ്ക് യു. താങ്കൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോരുത്തർ കമൻറ്റ് ഇടുമ്പോൾ ഞാൻ കറക്റ്റ് അല്ല കമൻറ്റിന് ഹായ് കമൻറ്റ് അങ്ങനെ ഞാൻ നോക്കും. കാരണം നമ്മുടെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ ചെയ്യുന്നതിനൊരു എഫേർട്ടിന് ഒരു എന്തോ ഇത്. ഗൈസ് ബൈ. ഇനി വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. ടാറ്റാ.